ഇവിടെ ആശുപത്രിയിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും കാണാൻ ഓരോ മൃഗങ്ങളെ പോലെയായിരുന്നു. ചില കുഞ്ഞുങ്ങൾ കാണാൻ മങ്കിയെ പോലെയും ചില കുഞ്ഞുങ്ങൾ കാണാൻ ബേർഡ്സിനെ പോലെയായിരുന്നു. മറ്റു ചിലരുടെ ദേഹത്ത് മുള്ളംപന്നിയെ പോലെ മുള്ളുകൾ നിറഞ്ഞിരുന്നു. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മ ഹോസ്പിറ്റലിൽ വന്നപ്പോ തൊട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടായിരുന്നു ബിഹേവ് ചെയ്തത്. അവരുടെ കയ്യിലെ കുഞ്ഞു വിരലെ എപ്പോഴും വിറച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് ഡോക്ടറും ഞെട്ടാണ്. കാരണം ഇതുപോലെയൊന്നും മുമ്പ് അവര് കണ്ടിട്ടില്ല. അപ്പൊ പകുതി മനുഷ്യനായിട്ടും പകുതി അനിമൽസ് ആയിട്ടും ജനിച്ച ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ശേഷം ആ അമ്മമാര് മരിക്കാൻ തുടങ്ങി. ഇത് കൂടാതെ ആ സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. പല സിറ്റികളിലും ഒരുപാട് ആളുകൾ മരിക്കുന്നു. അപ്പൊ ആളുകളൊക്കെ ഈ കുഞ്ഞുങ്ങൾ ജനിച്ചത് കാരണമാണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞ് അവരെ കൊല്ലാൻ പറയുകയാണ്. കാരണം അവരിലൂടെ ഒരു വൈറസ് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനെ നശിപ്പിക്കുന്നു എന്നാണ് പറയാൻ തുടങ്ങിയത്. അപ്പൊ ഈ കെയോട്ടിക് സിറ്റുവേഷനിൽ ഒരച്ഛൻ തന്റെ ഹാഫ് ഹ്യൂമൻ ബേബിയും എടുത്തോണ്ട് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ കാട്ടിനകത്ത് ഒരു വീട് അവർ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് നോക്കിയതും അവിടെ ആരും താമസമില്ലായിരുന്നു. അതുകൊണ്ട് അയാൾ അബാൻഡൻഡ് ബിൽഡിംഗ് ക്ലീൻ ചെയ്ത് അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പുതിയ ലൈഫ് അവിടെ സ്റ്റാർട്ട് ആക്കാണ്. പക്ഷെ ആ വളർന്നു വരുന്ന കുഞ്ഞിനെ കാണാൻ ഒരു കുട്ടി റാബിറ്റിനെ പോലെ ഉണ്ടായിരുന്നു.